വിശുദ്ധരോടൊപ്പം മാർച്ച് 18 ജെറുസലേമിലെ വിശുദ്ധ സിറിൽ. പലസ്തീനയിൽ നിന്നുള്ള ഏക വേദ പാരംഗതനാണ് വിശുദ്ധ സിറിൽ. അദ്ദേഹം ജെറുസലേമിൽ ജനിച്ചു. 384 മുതൽ 386 വരെ അവിടെ മെത്രാനായിരുന്നു. വിശുദ്ധ സിറിലിൻ്റെ പ്രധാന ഗ്രന്ഥം 24 ഉപദേശങ്ങളാണ്, വേദോപദേശ പ്രസംഗങ്ങൾ. ലളിതമായിരുന്നു വിശുദ്ധ സിറിലിൻ്റെ പ്രസംഗങ്ങൾ. ശ്രോതാക്കളുടെ വികാരങ്ങൾ കണക്കിലെടുത്തുകൊണ്ടേ അദ്ദേഹം പ്രസംഗിച്ചിരുന്നുള്ളൂ. മെത്രാനായിരിക്കുമ്പോൾ സിറിൽ 3 പ്രാവശ്യം നാടുകടത്തപ്പെട്ടു. 358-നും 360-നും മധ്യേ 2 പ്രാവശ്യം. 367 മുതൽ 378 വരെ തുടർച്ചയായി 11 വർഷവും. സിറിലിൻ്റെ കാലത്ത് ജനങ്ങൾ വിശുദ്ധ കുർബാന സാദൃശ്യങ്ങളിലും സ്വീകരിച്ചിരുന്നു. തിരുവസ്തി കൈയിലാണ് സ്വീകരിച്ചിരുന്നത്. കൈകൾ അകത്തിയോ വിരലുകൾ അകറ്റിയോ പിടിക്കാതെ ഇടതു കൈ വലതു കരത്തിൻ്റെ മീതെ വെച്ച് ഒരു സിംഹാസനം തയ്യാറാക്കി ഒരു രാജാവിനെ എന്ന പോലെ സ്വീകരിക്കുമ്പോൾ ആമേൻ എന്ന് പറയുക. പരിശുദ്ധ ശരീരം തൊടുമ്പോൾ കണ്ണുകൾ ഭക്തി നിർഭരമായിരിക്കണം. അനന്തരം ഒരു പൊടി പോലും താഴെ വീഴാതെ ഭക്ഷിക്കുക. നിസ്തുലനായ ഉപദേശിയെ പാപ്പ 1882 ജൂലൈ 28 വേദപാരംഗതൻ എന്ന് പ്രഖ്യാപനം ചെയ്തു. വിറച്ച് വിറച്ച് കാൽവയ്ക്കുന്ന വൃദ്ധന് വടിയൊരു താങ്ങാണ്. സന്ദേഹസാഗരത്തിൽ മുങ്ങിത്തുടിക്കുന്ന നമുക്ക് വിശ്വാസമാണ് അഭയം. ആകയാൽ വേദോപദേശം പഠിപ്പിക്കുന്നവൻ വിശുദ്ധ സിറിലിനെ പോലെ ലളിത ഭാഷയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് വളരുന്ന തലമുറയിൽ വിശ്വാസം സുദൃഢമാക്കട്ടെ.